സൺസ്ക്രീൻ അല്ല, എനിക്ക് സീറം, ഫേസ് സീറം. ഫേസ് സീറം. ഓക്കെ. പുറത്തു നിന്നുള്ള സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ആർക്കാണ്? രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ളത്. കോമൺ ആയിട്ടുള്ള ഇവളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഞാൻ വീണ്ടും അങ്ങനെ, അല്ലാതെ അങ്ങനെയില്ല. ഓക്കെ. പുറത്തു നിന്നുള്ള ഒരാൾക്ക് നിങ്ങളിൽ ആരെയാണ് ഏറ്റവും ആദ്യം പറ്റിക്കാൻ കഴിയുക? ഒരു തേർഡ് പേഴ്സൺ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും, അത് എനിക്കറിയാം, അത് പെട്ടെന്ന് വീഴുവില്ല. എന്താണിത് കേട്ടോ? അതില് വീണു. പിന്നെ തരാം, നോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ വലയില് പെട്ടെന്ന് വീഴും. പെട്ടെന്ന്. പക്ഷെ വിശ്വസിക്കും. എന്റെ ആ ഒരു വിശ്വസ്തത ഇവർ മുതലെടുക്കുന്നതാണ്. ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് അപ്പിയറൻസിൽ നിങ്ങൾ അടുത്തറിഞ്ഞില്ലെങ്കിൽ അതിലെയാണ് ഭയങ്കര ബോൾഡ്, ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നുന്നതൊന്നുമില്ല. സത്യം അങ്ങനെയൊന്നും അല്ല, ഉൾട്ടയാണ്. ഓക്കെ. ഇവിടെ കാണുമ്പോഴും മിണ്ടാതിരിക്കുന്ന ഒരു ഒരു സംസാരിക്കുകയാണെങ്കിൽ പോയിന്റ് സംസാരിക്കും. ഓക്കെ, കുറച്ചേ സംസാരിക്കുള്ളൂ, പക്ഷെ അതെല്ലാം അണ്ടർലൈൻ പോയിന്റ്സ് ആയിരിക്കും ഒക്കെ. കള്ളം പറഞ്ഞിട്ട് പിന്നെ ഒരു സിറ്റുവേഷനിൽ പിടിക്കപ്പെട്ട് നിങ്ങളിൽ ആരാണ്? ഞാൻ കള്ളം പറഞ്ഞ ഞാൻ അത് കള്ളോണ്ട് കുറച്ച് കഴിയുമ്പോ തന്നെ പറയാം കള്ളാണ്. അതെന്നെ പിടിക്കപ്പെട്ടെന്ന് പറഞ്ഞത് പറയാൻ മുന്നേ ഞാൻ പറയുന്നത്. അതായത് കണ്ട ഇപ്പൊ അവളാ കള്ളം പറയുന്നത്. ഗിഫ്റ്റിന്റെ മാറ്റർ ഒക്കെ അതൊക്കെ കള്ളം പറയുന്നത്. അതൊക്കെ എന്താ പറയാ, ഞാൻ വാങ്ങിയില്ല, ഞാനൊന്നും വാങ്ങിയില്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷെ അത് പെട്ടുപോകും. ഞാൻ പറഞ്ഞില്ല, മനസ്സിലാക്കുന്നത് കൂടുതല് അങ്ങനെ ഒരു പ്രശ്നമാണത്. ആരെയും മനസ്സിലാക്കരുത്. എന്നെ പിടിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെ. നീറ്റല്ല, കുറച്ചും കൂടെ പിടിച്ചിട്ടൊന്നുമില്ല. പറയുമ്പോഴാണോ ഈ സ്ഥിരത ഇല്ലാത്ത ഇങ്ങനെ ചോദിക്കുമ്പോ ഇങ്ങനെ പറയുമ്പോഴാണോ? അതായത് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ബുദ്ധിമോശം പറ്റിയിട്ട് ഞാൻ എന്തെങ്കിലും പൊട്ടത്തരങ്ങളൊക്കെ ചെയ്താല് എല്ലാരും ഞാൻ ചെയ്തില്ലല്ലോ, കവറപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുള്ളൂ. അപ്പൊ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമന്റ് കണ്ട് ആദ്യം ഡൗൺ ആകുന്നത് ആരാണ്? ആയിരുന്നത് ഇപ്പൊ മാറി. ഓക്കെ. ഈ ഡൗൺ ആയിട്ടിരിക്കുമ്പോ എന്താ നൂറ് എന്ത് പോസിറ്റിവിറ്റി തരാറ്? ഞാൻ പറയും ഡൗൺ ആവല്ലേ മോളെ, ഡൗൺ ആവല്ലേ, ഇതൊന്നും ശരിയാവൂല. മറ്റുള്ള ആൾക്കാർ പറയും, നമ്മളത് നോക്കണ്ട, നമ്മളാണല്ലോ നമ്മളെ ലൈഫ് ജീവിക്കേണ്ടത്, പോലും നമുക്കൊന്നും തരുമൊന്നുമില്ലല്ലോ. സോ ഇത് കേൾക്കുമ്പോ ബൈ. നിങ്ങളെ രണ്ടുപേരെയും ബിഗ് ബോസ് വീടിനകത്ത് പിടിച്ചിട്ടാൽ ഏറ്റവും കൂടുതൽ ദിവസം അവിടെ സർവൈവ് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും? പിടിച്ചിട്ടാലോ? ഞാനായിരിക്കും. നൂറായിരിക്കും. അതെന്തുകൊണ്ട് ഇത്ര കോൺഫിഡൻസ് ആയിട്ട് പറയാൻ കാരണം? ഒറ്റക്ക് ആരായിരിക്കും സർവൈവ് ചെയ്യാന്നല്ലേ? നിങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും ആദ്യം ഔട്ടായി വരുന്നതും കുറച്ചുകൂടെ നിക്കും. ഞാൻ നിക്കും. ഇവളെ സംസാരം കൊണ്ട് ഇവളെ ഔട്ടാക്കാൻ മതി. തെറി വിളിച്ചിട്ടുള്ള ആൾക്കാരെ ഇവക്ക് അങ്ങനൊന്നും പറ്റൂല. ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് ഇപ്പൊ കുറ്റാവട്ടെ എന്തെങ്കിലും നമ്മളെ പറ്റി ബാഡൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വന്നാല് അത് എന്താന്ന് മനസ്സിലാക്കിയൊന്നും കൂടി ഇല്ല, അപ്പം തന്നെ കയറി ഞാന് റിയാക്ട് ചെയ്യും. യുനോ, അത് അതിന് അവകാശമൊന്നുമില്ല, അപ്പൊ റിയാക്ട് ചെയ്യും. അതാണ്. നൂറൊക്കെ അങ്ങനെ പ്രശ്നം കുറച്ച് കാമായിട്ടേ അവള് ചാടിക്കുക. എന്നെയും പുറത്താക്കാൻ മതി. ചാടുന്നതാന്ന് ആർക്കും മനസ്സിലാവാതെ ചാടിക്കയറും. ഓക്കെ. പുറത്തൊരു ഫംഗ്ഷന് പോയാൽ ഏറ്റവും കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ് ആകുന്നത് നിങ്ങളിൽ ആരായിരിക്കും? ആണ്. അത് ഞാനൊരു ഷോർട്സ് കണ്ടു, ഒരു ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി വെളുപ്പിന് 5 മണിക്കൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ 12 മണിക്കല്ലേ? മേക്കപ്പ് ഇടാൻ പോകണം. അത് മേക്കപ്പ് ഇടാൻ വേണ്ടി 5 മണിയുണ്ടല്ലോ, ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നോട് പറഞ്ഞു മുടി ഇങ്ങനെ ഒന്ന് താത്തി വെച്ചിരണേ. അത് ഇടക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ താത്തി വെച്ചിട്ട് ഞാൻ ഓർത്ത് ഇവിടെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ട്. 3ാമത്തെ വട്ടായി ഇതിങ്ങനെ ചിലപ്പോ ശ്രദ്ധിക്കൂല, പറഞ്ഞ് 2 ജന്തുക്കളോടെ ശ്രദ്ധിക്കും. അല്ല, അത് ടിവിയിൽ വരുമ്പോഴോ എന്റെ മുടി ഇങ്ങനെ ആയല്ലോ, എന്റെ മുഖം അങ്ങനെ ആയല്ലോ, ഭയങ്കര ഇൻസെക്യൂർ ആണ്. അതാണ് ഞാൻ അത് ആക്കണ്ടല്ലോ, അപ്പൊ ഞാൻ ഇങ്ങനെ ആക്കിക്കൊടുക്കും. അത് ഞാൻ ഒരു ഇന്റർവ്യൂല് നിങ്ങളുടെ ഒരു റൊട്ടീൻ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ 12 മണിക്ക് എണീക്കുള്ളൂ, അങ്ങനെ എന്നെ ഇത് കാണുന്നുള്ളൂ. പിന്നെ മേക്കപ്പ് ഇടാൻ വേണ്ടി 5 മണിക്ക് കാരണം ഇവക്ക് ഭയങ്കര ടൈം എടുക്കും, കുറെ ടൈം എടുക്കും. പിന്നെ നാച്ചുറൽ ബ്യൂട്ടി ആയതുകൊണ്ട് മേക്കപ്പിന്റെ ആവശ്യം. ഇത് ലെൻസ് അല്ലല്ലോ? ലെൻസ് ആണ്. ഞാൻ ചെറുതായിട്ടൊന്ന് വിചാരിച്ചു ഒറിജിനൽ ആയിരിക്കുന്നൊക്കെ. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് പാർട്ട്ണറിനെ കൺവിൻസ് ചെയ്യാൻ കിടന്ന് ശ്രമിക്കുന്നത് ആര്? ഞാനായിരിക്കും. ഞാനാട്ടോ റിപ്പീറ്റ് അടിക്കുന്ന. ഞാനും ഉണ്ട് കേട്ടോ അങ്ങനെ. എനിക്കത് ഞാൻ വിചാരിച്ച
വെറുപ്പിക്കാണ് വെറുപ്പിക്കാതെ ഓപ്പോസിറ്റ് എന്തിനാ ദേഷ്യം വരുന്നത്? മനസ്സിലാവണ്ടേ? അത് മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ വീണ്ടും ആദ്യമായിട്ടാണ് ഓക്കെ നൂറാണ് രണ്ടുപേരും 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 ഇവളായിരിക്കും കൂടുതൽ. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് അങ്ങനെയാണ്. അത് ഞാൻ പറയും. അതിപ്പോ ചിലപ്പോ മനസ്സിലായാലും എനിക്കൊരു ഇതാ, ഞാൻ പറയണം. എനിക്ക് കുറച്ച് വോക്കലി വേണ്ട ഒരു സാധന. ഞാൻ പറഞ്ഞു എനിക്ക് ചിലപ്പോ ഇവളുടെ കാര്യങ്ങൾ ഓരോന്ന് അറിയായിരിക്കും, പക്ഷെ ആള് വെറുപ്പിക്കല് ആളുടെ ഒരു ശീലമാണ്. അപ്പൊ നൂറ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? ഞാനോ സാധനം പിന്നെയും പറയുന്നു, ഇനിയിപ്പൊ കേക്കണ്ടേ. കേക്കൂട്ടാ. ഗതികേട്. ഇത് ഞാൻ തലക്കെട്ടടിച്ച് വേണ്ടി വരും. ഒരു ഇന്റർവ്യൂവിന് വിളിച്ചാൽ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഡിലേ വരുത്തുന്നത് ആരുടെ ഭാഗത്തു നിന്നാകും? ഇവിടെ നോക്കിക്കൂടായിരുന്നോ? ഇല്ല, അവളെ ഞാൻ പറയത്തുള്ളൂ. ഇല്ലാതെ ഒന്നാമത് നമ്മള് രണ്ടുപേരും ഷിഫ്റ്റും ഓഫൊക്കെ വേറെ വരും. അപ്പൊ എനിക്ക് ഒരിത്തിരി സമാധാനത്തിൽ ഇരുന്നിട്ട് ഡേറ്റ് നോക്കണം. ഞാൻ എന്റെ അടുത്തൊന്നും ഡിലേ വരില്ല, ഞാൻ പറയുന്നില്ല. പക്ഷെ ഷിഫ്റ്റിന്റെ ഒക്കെ അതൊക്കെ വരുന്നുണ്ട്. ഓക്കെ നിങ്ങൾ മനസ്സിലായി. ഓക്കെ അതാരിട്ട ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതെ അതെ. നിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ മിസ്സിംഗ് ഫീലിങ്സ് വരുന്നത് ആർക്കാണ്? മിസ്സിംഗ് ഫീലിങ്സ് എങ്ങനെ? ഇപ്പൊ ഷിഫ്റ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും ഇപ്പൊ ഇൻ കേസ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ നിങ്ങളൊന്ന് പുറത്തു പോയി, ജസ്റ്റ് പുറത്തു പോയിട്ട് നിങ്ങൾ ഒരാൾ ഒറ്റയ്ക്കായിരിക്കും വീട്ടില്. അപ്പൊ പെട്ടെന്ന് ഒരു മിസ്സിംഗ്, ഇത്രയും നിങ്ങൾ 24/7 ഒരുമിച്ചാണ്. അപ്പൊ പെട്ടെന്ന് എന്തോ ഒരു ആവശ്യത്തിന് ഒരാൾക്ക് വേണ്ടി മാത്രം പോയാൽ മതി. എനിക്കും വരലുണ്ട്. അത് നമ്മള് രണ്ടുപേരും വരും. അത് ഒരു ടൈം വേറെ പ്രൊജക്ട് ഒക്കെ വേറെ ആയിരുന്നു. അപ്പൊ ആ ടൈമിൽ ഇവർക്ക് കുറച്ച് അധികം ടൈം ഔട്ട് ഓഫ് ഷിഫ്റ്റ് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരെ ഞാൻ പറയുന്നത് ശരിയല്ലോട്ടെ, ടൈം കിട്ടുന്നില്ല, അപ്പൊ അതൊന്ന് മാനേജ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അന്ന് അപ്പോൾ അത് മാനേജ് ചെയ്ത് പിന്നീട് എനിക്ക് എന്റെ പ്രൊജക്ട് എനിക്കും കുറച്ച് വർക്ക് കൂടി. അപ്പൊ എന്നോട് പറഞ്ഞു. അപ്പൊ അത് രണ്ടുപേർക്കും വരലുണ്ട്.